ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആദർശാണെങ്കിൽ കിരണിനെ ഫോൺ വിളിക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് കിരണിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് നീ തിരക്കിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ പറയണേ ഇനി എന്ത് തിരക്ക് വന്നാലും നിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ തിരക്കുകളല്ല. എന്നിട്ട് ബീച്ചിൽ അവിടെ വെച്ച് കാണാമെന്ന് പറയുകയാണ് ആദർശ് എല്ലാ കാര്യങ്ങളും കിരണിൻ്റെ അടുത്ത് പറഞ്ഞു. കിരൺ എല്ലാം കേട്ടതിന് ശേഷം ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ നിൻ്റെ കരണം നോക്കി ഒന്ന് തരാനാണ് തോന്നിയതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചന്തുമോളുടെ അച്ഛനും ആയിട്ടില്ല, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയണം. അപ്പോൾ കിരൺ പറയുകയാണ്, നീ തെറ്റൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നിൻ്റെ കാരണത്ത് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നീ ഈ കാര്യങ്ങളെല്ലാം നയനയുടെ അടുത്ത് പറയണമായിരുന്നു, എന്തിനാണ് നയനയിൽ നിന്ന് മറച്ചു വെച്ചത്? കിരൺ പറയുകയാണ്, എന്നെപ്പോലെ തന്നെ അവൾ നിന്നെ മനസ്സിലാക്കുക, അവൾ നിന്നെ അവിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, ഈ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്, അവൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന്. ഇത് തന്നെ ആയിരുന്നാലും എല്ലാ കാര്യവും നീ നയനയുടെ അടുത്ത് തുറന്നു പറയേണ്ടതായിരുന്നു, കല്യാണിനെ പോലെ തന്നെയാണല്ലോ നയനയും, കല്യാണിയെ പോലെ തന്നെ നയനയെ എടുക്കത്തുള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരണിൻ്റെ അടുത്ത് ആദർശ് പറയണം, കല്യാണിനെ പോലെ അല്ലല്ലോ, കല്യാണിക്ക് നീ ഒരു ഷെൽട്ടർ കൊടുക്കുകയായിരുന്നല്ലോ, എന്നിട്ടല്ലേ അവൾ നീ ജീവിതത്തിലേക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നത് എന്ന്. അതുപോലെ അല്ലല്ലോ നയന. ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും തുടക്കത്തിൽ നിങ്ങൾ കീരിയും പാമ്പും ആയിരുന്നില്ലേ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലല്ലേ മുൻപോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയാലും മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് നയന എന്തായാലും നിൻ്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ, എന്തായാലും നീ എല്ലാ കാര്യവും നയനയുടെ അടുത്ത് സംസാരിക്കണമെന്ന് കിരൺ പറയുകയാണ്. നയനയുടെ അടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, ഞാനും കല്യാണിയും കൂടി വന്നതിന് ശേഷം നയനയുടെ അടുത്ത് സംസാരിച്ചോളാം എന്ന് പറയുകയാണേ. നിൻ്റെ അമ്മയും നയനയും തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചപ്പോൾ നീ നയനയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ? ഇങ്ങനെ ഒരു സംഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തന്നെ നിനക്ക് എല്ലാ കാര്യങ്ങളും നയനയുടെ അടുത്ത് തുറന്നു പറയാമായിരുന്നു. എന്തായാലും ഇന്ന് തന്നെ നീ എല്ലാ കാര്യങ്ങളും നയനയുടെ അടുത്ത് തുറന്നു പറയണം. തുറന്നു പറഞ്ഞാൽ മാത്രം പോരാ, എല്ലാം കഴിഞ്ഞതിന് ശേഷം നീ എന്നെ വിളിക്കുകയും വേണമെന്ന് പറയണേ. നീ എന്തായാലും എല്ലാ കാര്യങ്ങളും നയനയുടെ അടുത്ത് തുറന്നു പറയാമെന്ന് സമ്മതിച്ച് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ട് നയന ഇരിക്കുകയാണ്. നയന ഇരിക്കുമ്പോൾ നയനയുടെ കൂട്ടത്തിൽ ദേവയാനിയും കൂടുകയാണ്. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അപ്പോൾ കോൾ എടുക്കുമ്പോൾ നവ്യാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഇങ്ങോട്ടൊന്നും ഫോൺ വിളിക്കാത്തതെന്ന്. അപ്പോഴാണ് ചന്തുമോൾ എന്തോ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഫോണിൽ കൂടി നവ്യയ്ക്ക് അത് കേൾക്കുന്നുണ്ടായിരുന്നേ. നവ്യ ചോദിക്കുകയാണ്, അത് ഏത് കുട്ടിയുടെ ശബ്ദമാണ് കേട്ടതെന്ന്. അപ്പോൾ നയന പറയുകയാണ്, അത് ആദർശേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യ പറയാണ്, എന്തിനാ നയന എൻ്റെ അടുത്ത് കള്ളം പറയുന്ന, അബിയുടെ മുത്തശ്ശൻ ഒരു കുട്ടിയെ കൊണ്ടുവന്നെന്ന് എൻ്റെ അടുത്ത് അബി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് എന്ന്. എനിക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടായല്ലോ, പിന്നെ എന്തിനാ ആ കുട്ടീനെ മുത്തശ്ശനെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ചന്തുമോൾ നല്ലൊരു കുട്ടിയാണ്, അവളെ കണ്ട് ആർക്കായാലും ഇഷ്ടപ്പെടുമെന്നിങ്ങനെ പറയുന്ന നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയുന്നുണ്ടായിരുന്നു, അതിന് വേറെ വല്ല പൊല്ലാപ്പും ആവാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന്. എന്നിട്ട് നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യണേ. ശേഷം ദേവേനി നയനയുടെ അടുത്ത് ചോദിക്കുകയാണ്, നവ്യ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന്. അപ്പോൾ നയന പറയുകയാണ്, അബി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ്, ജലജയുടെ മനസ്സിലും അബിയുടെ മനസ്സിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇരിക്കത്തില്ല എന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ രണ്ടുപേരുടെ പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശം അങ്ങോട്ട് വരികയാണ്. ദേവേനി ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെ ആദർശം നീ കറങ്ങി നടക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തുറന്ന് പറയാം, എൻ്റെ അടുത്ത് തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ നീ നയനയുടെ അടുത്തെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു. എനിക്ക് തുറന്ന് പറയണം, എൻ്റെ മനസ്സിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദേവയാനി നയനയുടെ അടുത്ത് പറയുകയാണ്, അവൻ്റെ മനസ്സിൽ എന്തൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്, അതെന്താണെന്നൊക്കെ നീ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇടുന്നു. അങ്ങനെയല്ല അവൻ നിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസം അവന് കിട്ടട്ടെ എന്ന്. അവർ രണ്ടുപേരും പോകുന്ന സമയത്ത് ദേവയാനിയാണെങ്കിലും ചന്തുമോളടുത്ത് പറയണേ, ഇതൊന്നും കണ്ട് മോള് പേടിക്കേണ്ട, മോള് നയനയമ്മ എന്നല്ലേ വിളിക്കുന്നത്, അതുപോലെ തന്നെ ആദർശ അങ്കിളെന്ന് വിളിക്കേണ്ട, ഇനി അച്ഛാന്ന് വിളിച്ചാൽ മതി. ചന്തുമോള് പറയുകയാണ്, എനിക്ക് പേടിയാണ് എന്ന്. അപ്പോൾ ദേവയാനി പറയണം, മോള് പേടിക്കുകയൊന്നും വേണ്ട, ആദർശ മോൻ ഒരു പാവമാണ്, അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ നിന്നെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. പിന്നീട് ആദർശൻ നയനയുടെ അടുത്ത് പറയണം, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്ത് പോകാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന ചോദിക്കുക, അതിനെന്തിനാ പുറത്ത് പോകുന്നത്, ഇവിടെ വെച്ച് സംസാരിച്ചൂടെ എന്ന്. ഞാൻ പറയാൻ പോകുന്നത് നീ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല, കുറച്ച് സീരിയസ് ആയ കാര്യമാണ്, അതുകൊണ്ട് പുറത്ത് പോയി ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ പറയാനേ പറ്റത്തുള്ളൂ എന്ന്. ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്ര ശാന്തമായ കാര്യമൊന്നുമല്ല, കുറച്ച് സീരിയസ് ആയ കാര്യമാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടന് വല്ല രോഗമുണ്ടോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, എനിക്ക് രോഗമുണ്ട്, എൻ്റെ മനസ്സിനും എൻ്റെ ഹൃദയത്തിനും ഒക്കെയാണ് രോഗമെന്ന്. അപ്പോൾ നയന പറയുകയാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന്. ആദർശ് പറയുകയാണ്, എടി ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്, ഞാൻ പറയുമ്പോൾ അത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അത്രയ്ക്ക് സീരിയസ് ആയ കാര്യമാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നീ എൻ്റെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോകുന്നു ആദർശ് നയനയുടെ അടുത്ത് പറയുകയാണേ. അപ്പോൾ നയന പറയണ, അത്രയ്ക്ക് സീരിയസ് ആയ കാര്യമാണോ, ഇനിയിപ്പോൾ ആദർശേട്ടൻ പറയാതെ എൻ്റെ പ്രഷർ ഇനി കുറയില്ല, അതെന്താണെന്ന് എനിക്കും അറിയണമെന്ന്.
പിന്നീട് രണ്ടുപേരും ബീച്ചിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആദർശാണെങ്കിൽ നയനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ രീതിയിലേ നീ എടുക്കാവൂ. അനഘയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളും അനഘയുടെ കൂടെ ആദർശിൻ്റെ ഫോട്ടോ കണ്ട കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ആദർശാണെങ്കിൽ നയനയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴാണെങ്കിൽ നയനയുടെ മുഖവും പെട്ടെന്ന് മാറുകയാണ്. നയനയുടെ മുഖം മാറുന്നത് കാണുമ്പോൾ ആദർശിന് ഭയങ്കര ടെൻഷനാവുകയാണ്. എന്നിട്ട് നയന പെട്ടെന്ന് സീരിയസ് ആവുകയാണ്. അതിന് ശേഷം നയന ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ആദർശേട്ടന് അവളെ അറിയത്തില്ലേ, പിന്നെ ആദർശേട്ടൻ്റെ ഫോട്ടോ എങ്ങനെയാണ് അവളുടെ വീട്ടിൽ വന്നതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, എന്നെ ആരോപപ്പെടുത്തിയതാണ്, എന്നെ ചതിച്ചതാണ്, എനിക്ക് അനഘയായിട്ടല്ല ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല എന്ന്. ഞാൻ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല, ഞാൻ അനഘ അന്ന് ആദ്യമായിട്ടാണ് അവളുടെ വീട്ടിൽ വെച്ച് കാണുന്നതെന്ന് ഇങ്ങനെ ആദർശ് പറയുന്നത് കേൾക്കുമ്പോൾ നയനയാണെങ്കിൽ ആദർശിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തേക്ക് സീരിയസ് ആയതിൻ്റെ കാര്യം ആദർശേട്ടന് മനസ്സിലായോ, ആദർശേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്നോടല്ലേ ആദ്യം പറയേണ്ടതായിരുന്നു, എന്നിട്ട് ആദർശേട്ടൻ എന്നിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചില്ലേ. ഇത് നയന പറയുന്നുണ്ടായിരുന്നു, എന്നാലും ആദർശേട്ടൻ എന്നിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചില്ലേ, എനിക്ക് എന്നെക്കാളും വിശ്വാസം ആദർശേട്ടനാണ്, ആദർശേട്ടൻ ഈ കാര്യം മറച്ചു വെച്ചതിലാണ് എനിക്ക് ആദർശേട്ടനിൽ ദേഷ്യം വന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, കിരണാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ. അപ്പം നയന പറയുകയാണ്, എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി കിരണേട്ടൻ്റെ സഹായം വേണ്ടി വന്നു അല്ലേ ആദർശേട്ടന്, ആദർശേട്ടനല്ലേ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ഇനി ഒരു രഹസ്യവും വേണ്ട എന്ന്. എന്നിട്ട് ആദർശേട്ടൻ തന്നെയല്ലേ ഇതെന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്നിട്ട് അതിന് ശേഷം ആദർശിൻ്റെ കൂടെ തന്നെയാണ് നയനയും നിൽക്കുന്നത്. എന്നെക്കാളും എനിക്ക് വിശ്വാസം ആദർശേട്ടനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശിന് സമാധാനമാവുകയാണ്. നയനയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതിൽ. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് അനഘയാണെങ്കിൽ മുത്തശ്ശനെ വിളിച്ചിട്ട് മരണമൊഴി പോലെയാണ് പറഞ്ഞത്, മുത്തശ്ശൻ്റെ കൊച്ചുമകനിൽ ഒരാളാണ് എൻ്റെ ചന്തുമോളുടെ അച്ഛനെന്ന്. എന്തായാലും ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല, അനിയാവാൻ സാധ്യതയല്ല, പിന്നെ ഒരാളെ സംശയമുള്ളൂ, അബിയാണ്. ഒരു സംഭവം നടന്നപ്പോൾ അബിയാണ് പറഞ്ഞ് കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അബിയുടെ ഒരു ഔദാര്യം പോലെ അബി അതങ്ങ് ഏറ്റെടുത്തു. ഈ കാര്യങ്ങൾ പുറത്ത് പറയുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബി എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയണം, അങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങിനൊന്നും നമ്മൾ വഴങ്ങേണ്ട ആവശ്യമില്ല എന്ന്. എന്തായാലും ആദർശേട്ടൻ്റെ കൂടെ ഞാനില്ല, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇങ്ങനെ സമാധാനപ്പെടുത്തുകയാണ് ഞാൻ ആദർശിന്. അതിന് ശേഷം ആദർശാലും പറയുന്നുണ്ടായിരുന്നു, അന്ന് അനഘയുടെ വീട്ടിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ മുത്തശ്ശനെ എൻ്റെ കൂടെയാണ് നിന്നതെന്ന് ആദർശ് പറയുകയാണ്. പിന്നീട് ചന്തുമോൾ വന്ന് മുത്തശ്ശൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് വിളിച്ച് കരഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ്റെ മനസ്സലഞ്ഞ് ചന്തുമോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന്. ആദർശിൻ്റെ കൂടെ തന്നെ നയനയും നിൽക്കുന്നുണ്ടായിരുന്നു, അതിലൊരു സമാധാനമുണ്ട് ആദർശിന്. പിന്നീട് അതിന് ശേഷം ആദർശാണെങ്കിൽ കിരണിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കിരണിനെ വിളിച്ച് അവർ മൂന്നുപേരും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നേ. ആദർശ് പറയണ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്, അതെന്തായാലും കണ്ടെത്തണമെന്നിങ്ങനെ പറയുമ്പോൾ കിരൺ പറയുകയാണ്, ചന്തുമോളുടെ അച്ഛനാരാന്ന് കണ്ടെത്താനുള്ള വഴിയൊക്കെ ഉണ്ട്, അത് DNA ടെസ്റ്റ് നടത്തിയാൽ മതിയല്ലോ. ആദർശിൻ്റെ അബീരയും ചന്തുമോളുടെയും മുടികൾ തന്നാൽ മതി, എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് DNA ടെസ്റ്റ് നടത്തിക്കൊള്ളാമെന്ന് കിരൺ പറയുകയാണ്. അതിനുശേഷം നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഉടനെ തന്നെ പോകണം, ചന്തുമോൾ എന്നെ കാണാതെ വിഷമിക്കുമെന്ന്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, ചന്തുമോളുമായിട്ട് അത്രയ്ക്ക് അടുത്തോ എന്ന്. അപ്പോൾ അതിന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല അമ്മയും ചന്തുമോളായിട്ട് നല്ല രീതിയിൽ അടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ DNA ടെസ്റ്റിൻ്റെ പുറകെ പോകണം, ചന്തുമോൾ അവിടെ തന്നെ വളർന്നോട്ടെ എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും കിരണിനെ നോക്കി നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.